കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്യം. ഇതിൽ നിന്നെല്ലാം ഈ ആശയം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പൗലോസ് എന്ന ദൈവദാസൻ അഥേന എന്നും ഏതൻസ് എന്നും വിളിക്കുന്ന നാട്ടിലെ ഒരു കൂട്ടം ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്ന ഈ കത്തിനകത്ത് ഒരു വാചകം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പം ഈ വിശ്വാസികളെ പൗലോസ് ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതൊക്കെ ഒരു ആത്മീക ഭാഷയാണ്. വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞിരിക്കുന്നു, വിവാഹം നടന്നിട്ടില്ല. പക്ഷേ ഒരു ചതിയൻ ഇതിനിടയിൽ വന്നിട്ട് ഈ വിവാഹം നടക്കാതിരിക്കാനുള്ള ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു സൂചനയാണ് ഈ വചനത്തിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ചതിയൻ ആരാണ്? മണവാളൻ അല്ലെങ്കിൽ നിയുക്ത വരൻ ആരാണ്? മണവാട്ടി ആരാണ്? ആലോചനക്കാരൻ ആരാണ്? വിവാഹം നിശ്ചയം എന്ന് നടന്നു, വിവാഹം എന്ന് നടക്കും. എന്താണ് ഈ വിഷയം? നമുക്ക് പരിശോധിക്കാം. പൗലോസ് എന്ന മനുഷ്യൻ ഇവരുടെ നാട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു. ഇവരിതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത യേശു എന്ന ദൈവപുത്രനെ കുറിച്ച്, രക്ഷിതാവിനെ കുറിച്ച് ഇവരോട് പറഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് പോലെ പറഞ്ഞപ്പോൾ ദൈവത്തെക്കുറിച്ച്, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് യാതൊരു വെളിപ്പാടും പരിജ്ഞാനവും ഇല്ലാതിരുന്ന ഈ ആളുകൾ ഈ സുവിശേഷം കേട്ടപ്പോൾ വിശ്വസിച്ചു. അവരന്ന് വരെ ജനിച്ച് ജീവിച്ച് ആചരിച്ച് ആരാധിച്ചു പോന്ന സകല അന്ധ ദൈവങ്ങളെയും അന്ധ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സങ്കല്പങ്ങളെയും മതങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് ജീവനുള്ള കർത്താവിനെ, ജീവിക്കുന്ന യേശുവിനെ അവർ വിശ്വസിച്ചു, ആരാധിക്കാൻ തുടങ്ങി. മൂഢമായ ആചാരങ്ങൾക്കകത്ത് കിടന്ന ആ ജനം സത്യവിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ അനുയായികളും മക്കളുമായിട്ട് അവർ തീർന്നു. അങ്ങനെ ക്രിസ്തു വിശ്വാസികളായി വചനമനുസരിച്ച് ജീവിക്കുന്ന ഈ ഗ്രൂപ്പിനെ പൗലോസ് വേറൊരു ആത്മീക ഭാഷയിൽ പറയുകയാണ്, ഇതൊരു വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയം എന്ന് പറയുന്നതിൻ്റെ ആശയം നമുക്കറിയാം. വിവാഹ നിശ്ചയം എന്ന വാക്ക് പറഞ്ഞാൽ അപ്പോൾ അടുത്ത ചോദ്യം, എന്നാ കല്യാണം? അല്ലേ? അതെ. എവിടെ പോയിട്ട് വരിക? ഞാനൊരു കല്യാണ ഉറപ്പിന് പോയതാ. ഓ, എന്നാ കല്യാണം? അടുത്ത ആഴ്ചയിൽ. ഞാനൊരു വിവാഹ നിശ്ചയത്തിന് പോയതാ. ഓഹോ, അപ്പോൾ കല്യാണം എന്നത്തേക്ക് തീരുമാനിച്ചു? അത് അടുത്ത 15-ാം തീയതി. അപ്പൊ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമുക്ക് അറിയേണ്ടത് വിവാഹം എപ്പോഴാണെന്നാണ്. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് നടത്താമെന്ന്, ആരുമായി നടത്താമെന്നും ഉള്ള തീരുമാനമാണ്. ഇവിടെ ചെറുക്കൻ ഏതാന്ന് പിടികിട്ടി. വായിച്ചു കേൾപ്പിക്കാം. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അലങ്കാര ഭാഷ,
ഒരു ആത്മീയ സത്യം വെളിപ്പെടുത്താനുള്ള ഒരു സാദൃശ്യമാണിത്. എങ്ങനെ ഇത് വിവാഹമാകും? പുരുഷനൊന്നും കന്യക പലതും. നിങ്ങളെ ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ ഒക്കാത്ത ഒരു കാര്യമാണ്. ആരാണ് ഈ കന്യക? വിശദീകരിക്കാം. വിവാഹ നിശ്ചയം നടക്കണമെങ്കിൽ ഒരു ചെറുക്കൻ, ഒരു പുരുഷൻ, അവന് മാച്ച് ചെയ്യുന്ന, എല്ലാ വിധത്തിലും യോജിക്കുന്ന ഒരു കന്യക. ഇവരെ രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആലോചനക്കാരൻ. ഈ ആലോചനക്കാരന് രണ്ടുപേരെയും നന്നായി അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുന്ന ഒരാള് ഇതിനകത്ത് ഇടപെട്ടിട്ട് ചെറുക്കൻ്റെ ഗുണങ്ങളൊക്കെ പെണ്ണിൻ്റെ വീട്ടുകാരോട് പറയുകയും പെണ്ണിൻ്റെ സ്വഭാവങ്ങളൊക്കെ ചെറുക്കൻ്റെ വീട്ടുകാരോട് പറയുകയും ചെയ്ത് ഇവരെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നു. ഇവർ കണ്ടുമുട്ടി പരിചയപ്പെട്ട് മനസ്സും തമ്മിൽ അടുക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വാക്ക് പറയും. ആ വാക്ക് വളരെ വളരെ വിലയുള്ള വാക്കാണ്. അത് എഴുതും. ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നയാളുടെ മകനും ഇന്നയാളുടെ മകളും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് തൊട്ട് ആ പെൺകുട്ടി ആ ദിവസത്തെ കാത്തിരിക്കുകയാണ്. ആ ചെറുക്കനും അതേ കാത്തിരിക്കുകയാണ്. അന്ന് തൊട്ട് ആ പെൺകുട്ടി ഒരുങ്ങുകയാണ്. വളരെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാണ്. ഡ്രസ്സൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടുകയാണ്. അവൾക്കുള്ളതും അവളുടെ അപ്പനും അമ്മയ്ക്കുള്ളത്, കൂട്ടുകാർക്കുള്ളത്, ഫ്രണ്ട്സിനുള്ളത്, ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള വിവിധ ഡ്രസ്സുകൾ, അതിനോട് ബന്ധപ്പെട്ട എന്തുമാത്രം നന്നായിട്ട് ഒരുങ്ങാമോ അത്രയും, അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മാക്സിമം അന്ന് കാണാം. കഴിവുള്ളവര്, ധനമുള്ളവര് അവരവരുടെ മുഴുവനും വന്ന് എടുത്ത് പുറത്തിടും. ഇത് രണ്ടു കൂട്ടരും ചെയ്യും. ഇതിനോട് ഈ വിഷയത്തെ കൊണ്ടൊന്ന് കണക്ട് ചെയ്തത് എന്താ? ചില യോജിപ്പുണ്ട്, ചില യോജിക്കാത്ത കാര്യങ്ങളുമുണ്ട്. യോജിക്കുന്ന കാര്യം പറയാം. ക്രിസ്തു യേശു കർത്താവിനെ നാം ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് ഒരു സങ്കല്പമായിട്ടോ ഒരു വിഗ്രഹം പോലെയോ പിടികിട്ടാത്ത ഒരു ദൈവമാണല്ലോ പൊതുവെ എല്ലാവർക്കും ഉള്ള ദൈവം. പിണക്കം തോന്നരുത്. പൊതുവെ എല്ലാവർക്കും ഉള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു രൂപം, ദൈവത്തെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഏതാണ്ടൊരു പടം, ഏതാണ്ടൊരു വിഗ്രഹം, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ ദൈവത്തെക്കുറിച്ച്? അപ്പൊ അങ്ങനെ ഒരു അവ്യക്തമായ ദൈവശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമാണിത്. ഇത് ക്ലിയർ പിക്ചറാണ്. ആരാ നിന്റെ കർത്താവെന്നുള്ള ഉറപ്പ്. ഭർത്താവിനെ എങ്ങനെ കാണാം അതുപോലെ കർത്താവിനെ കാണുന്നതാണ് ഇവിടുത്തെ ചിന്ത. രണ്ടാമത്, ഇവളുടെ ഹൃദയമാണ് അവന് കൈമാറുന്നത്. മോതിരം മാറുന്നുണ്ട്, സാരി മേടിച്ചു കൊടുക്കുന്നുണ്ട്, മന്ത്രകോടി ഇടുന്നുണ്ട്, താലി, ഇതൊക്കെ നമുക്കറിയാം. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. ദേഷ്യം വന്നപ്പോൾ താലി പൊട്ടിച്ച് മുഖത്തേക്ക് എറിഞ്ഞു, ഇതാ നിങ്ങളുടെ താലി. അപ്പൊ ഇതിലൊന്നും അല്ല സംഗതി ഇരിക്കുന്നത്. ആരും കാണാത്ത ഒരു കയർ കൊണ്ട് ഹൃദയങ്ങൾ തമ്മിൽ കെട്ടുന്നുണ്ട്. ആ വിവാഹം നിൽക്കും. അതിനെ പൊട്ടിക്കാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ഇതുപോലെ ഒരു ബന്ധം ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ഇതാണ് ഞാൻ ഈ ക്ലാസ്സുകളിലെല്ലാം പറയുന്ന മെസ്സേജിലേക്ക് വീണ്ടും വരികയാണ്. ക്രിസ്തുവുമായി നിങ്ങൾ ഇങ്ങനെയൊരു ബന്ധത്തിൽ വരിക. അത് നമുക്ക് ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതായത് കോഴഞ്ചേരിക്കാരി ഒരു പെണ്ണും കോതമംഗലക്കാരനൊരു ചെറുക്കനും ആയുസ് കണ്ടിട്ടില്ല. ആ പെൺകുട്ടി കോഴഞ്ചേരിയിൽ കൊഞ്ചിച്ച് വളർത്തിയ കൊച്ചാണ്. സ്നേഹിക്കുന്ന, നിലത്ത് വെക്കാതെ വളർത്തിയ പപ്പായും ചുമന്നോട് നടന്ന മമ്മിയും അല്ലേ.
രണ്ട് വശവും നിന്ന് ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കുന്ന ചേട്ടന്മാര്. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ കല്യാണം ഒന്നൊന്ന് ഉറച്ചു കിട്ടിയാൽ പിന്നെ ഈ ചേട്ടന്മാരോ ഈ ഡാഡി മമ്മിയോ ഒന്നും വലിയ കാര്യമല്ല എന്നുള്ളത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്ന ഒന്നും പിന്നെ അവർ കേൾക്കുന്ന പോലും ഇല്ല. കല്യാണം ഉറച്ചാ പിന്നെ വരുന്ന ഫോണെല്ലാം മണവാളന്റെ ആണോ എന്നാണ് സംശയം. ആ ഫോണാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ശരിയാണോ? ഈ 26 വയസ്സ് വരെ വളർത്തിയ ഡാഡി മമ്മി ഒന്നും പറയുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. നമ്മളൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളവരായതുകൊണ്ട് നമ്മളത് അനുവദിക്കുന്നു, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിവിടെ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. വിദ്യാഭ്യാസം ഇല്ലാത്ത ചിലർ പറയും, ഞാൻ ഈ 10-30 വയസ്സ് വരെ അവനെ വളർത്തിയിട്ട് അവനിപ്പോ അവള് പറയുന്നതാണല്ലോ കാര്യം. തിരിച്ച് ഞാൻ ഈ 10-25 വയസ്സ് വരെ അവളെ വളർത്തി ഈ ഇതുപോലെ വിദ്യാഭ്യാസം കൊടുത്ത് പൈസയും കൊടുത്ത് കെട്ടിച്ചിട്ട് അവൾക്ക് എന്നെ വന്നൊന്ന് കാണാൻ നേരെയില്ലല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ അങ്ങനെ പറയുള്ളൂ. വിവാഹത്തോടുകൂടെ പുതിയൊരു ബന്ധമാണ്. ഈ പുതിയ ബന്ധം ഇന്നലെ വരെയുള്ള സകല ബന്ധങ്ങളെക്കാളും സ്ട്രോങ് ആണ്. ഇതുപോലെ ഈ സത്യം വെളിപ്പെടുത്തുന്ന മറ്റൊരു ഭാഗം ബൈബിളിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നിങ്ങൾ വിവാഹബന്ധം അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിവാഹബന്ധം അംഗീകരിക്കുന്നുണ്ടോ? ഒരു പരിചയമില്ലാത്തൊരു ചെറുക്കനും ഒരു പെണ്ണും ഒരു സുപ്രഭാതത്തിൽ ആരോ ഒരു മീഡിയേറ്റർ അല്ലേ, ഒരു ബ്രോക്കർ മനോരമയിലെ മാതൃഭൂമിയിലും ഒക്കെ പരസ്യം കൊടുത്തിട്ട് ചെറുക്കനെ വേണം പെണ്ണിനെ വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ. കൊടുത്തു, കണ്ടു, ഫോട്ടോ വന്നു, ഇമെയിൽ വന്നുണ്ട്, പെട്ടെന്ന് അടുത്തു. ഇപ്പോൾ 24 മണിക്കൂർ ഇവരെ വർത്താനം പറയാം. അപ്പൊ ഇതുവരെയുള്ള ബന്ധങ്ങൾ ഒരു വിലയില്ലേ? ഇതൊക്കെ അനുഭവിച്ചറിയാവുന്ന എഡ്യൂക്കേറ്റഡ് ആയ പരിജ്ഞാനമുള്ള മാതാപിതാക്കളും സഹോദരങ്ങളും അതിന് മൗന അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ഒരു പുതിയ കുടുംബം പറക്കുന്നു. സുഹൃത്തുക്കളെ, ഇതുപോലൊരു റിലേഷനാണ് ക്രിസ്തുവുമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ കാല് പിടിച്ച് പറയുന്നത് ഇത് മതം മാറ്റമല്ല, ഇത് സാമൂഹ്യ പരിവർത്തനമല്ല, ഇത് ഹൃദയങ്ങൾ തമ്മിലുള്ള കൈമാറ്റമാണ്. ഇതുപോലെ ഈ സത്യം വെളിപ്പെടുത്താവുന്ന മറ്റൊരു ഭാഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വ്യക്തിപരമായ കാര്യമാണ്. ഇത് വ്യക്തിപരമായ കാര്യമാണ്. ഇതിനകത്ത് അപ്പനോ അമ്മയും ചേട്ടനോ അനിയനോ അളിയനോ ഉപദേശിയൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. ബ്രോക്കറുടെ സ്ഥാനം എത്ര മിനിറ്റ് വരെ ഉണ്ട്? വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ബ്രോക്കറുടെ പണിക്ക് പോവാം. അങ്ങേർക്ക് കൊടുക്കേണ്ട കാശ് കൊടുത്ത് അങ്ങനെ വിട്ടു. അങ്ങേര് പിന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ വാസ്തവത്തിൽ മതം, ജാതി, പാരമ്പര്യം, വർഗം, വർണ്ണം, കൾച്ചർ ഇതൊന്നും വിവാഹത്തെ ബാധിക്കുന്നില്ല. നമ്മൾ കൾച്ചർ നോക്കുന്നുണ്ട്, മതം നോക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ വിവാഹം നടക്കത്തില്ലേ? ഹൃദയങ്ങൾ തമ്മിൽ യഥാർത്ഥ എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ പിന്നെ അത് വെട്ടിമുറിച്ചാലും മാറത്തില്ല. ഇതുപോലൊരു ബന്ധം യേശു കർത്താവുമായിട്ട് ഉണ്ടാക്കിയെടുത്ത വ്യക്തികളാണ് യഥാർത്ഥ ദൈവമക്കൾ. അവരെയാണ് ഞങ്ങൾ ഈ രക്ഷിക്കപ്പെട്ടവരെന്നും വീണ്ടും ജനിച്ചവരെന്നും മാനസാന്തരപ്പെട്ടവരെന്നും കർത്താവിന്റെ മക്കളെന്നും ദൈവസഭയെന്നും ഒക്കെ ഈ കൂടെ പറയുന്ന സാധനം എന്താണെന്ന് ഞാൻ മലയാളത്തിൽ പറയട്ടെ. യേശു കർത്താവുമായി ഹൃദയംഗമായ ഒരു ഉടമ്പടി ചെയ്ത് ഹൃദയങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്തവരാണ്. ഇതിന്റെ പേരാണ് വിവാഹ നിശ്ചയം. ഈ ഒരു തീരുമാനത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? എത്രയും വേഗത്തിൽ ഈ കല്യാണം നടക്കും. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒരു മുഖവര മാത്രമേ ഇന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വിവരിക്കാം അടുത്ത ദിവസങ്ങളിൽ. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടൽ, യേശുവുമായി ഒരു ഉടമ്പടി ചെയ്യുന്ന കാര്യമാണ് വീണ്ടും ജനനം. അപ്പോ പിന്നെ വിവാഹം എന്നാണ്? അതാണ്. അതിന്റെ ഒരു പൊതുവായ വിവരണം മാത്രമേ ഇന്ന് തരാൻ പറ്റുകയുള്ളൂ. വിവാഹം എന്നാണ് ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം.
വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം. നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഈയുടെ കുഞ്ഞാടെന്ന് വിളിച്ചിരിക്കുന്നത് യേശുവിനെയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പൗലോസ് പറയുന്നു. വിവാഹം വന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. അപ്പൊ വിവാഹ നിശ്ചയം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. വിവാഹം യേശുവിന്റെ മടങ്ങിയവരെ കാണിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന അനുഭവമാണ് വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയത്തിന് എന്തെങ്കിലും ബാഹ്യ അടയാളമുണ്ടോ? വിവാഹ സമയത്ത് മോതിരം മാറുന്നു, വിവാഹ നിശ്ചയത്തിന് ചിലർ മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിവാഹ നിശ്ചയത്തിന് എന്താ അടയാളം? ഒരു അടയാളവുമില്ല. പക്ഷെ ഹൃദയത്തിൽ അടയാളം വീണു. ഒരിക്കലും അവൾക്ക് ആ പുരുഷനെ ഇനി ഉപേക്ഷിക്കാൻ പറ്റിയില്ല. ഇതുപോലെ യേശു കർത്താവുമായിട്ടൊരു ഹൃദയബന്ധമാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ സംഗതി. ഇങ്ങനെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്ത ലോകത്തിൽ ആകമാനമുള്ള സകല ദൈവമക്കളെയും കർത്താവിനറിയാം, യേശുവിനറിയാം. നിങ്ങളുടെ ഈ സഭയുടെ അംഗാന്നൊന്നും ചോദിക്കണ്ട, നിങ്ങൾ ഈ സംഘടനയുടെ അംഗാന്നൊന്നും ചോദിക്കണ്ട. സഭ, സംഘടന, സമുദായം ഇതൊന്നും യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. പുരാതന സഭയാണ്, ആ സഭയാണ്, ഈ സഭയാന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഈശോ മശിഹായ്ക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങൾ വ്യക്തിപരമായി യേശുവുമായി ഒരു ബന്ധമുള്ള വ്യക്തിയാണോ? നിങ്ങൾ അവനുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടോ? യേശുവിനെ ഞാൻ എൻ്റെ മണവാളനായി, എൻ്റെ എല്ലാമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്നലെ വരെയുള്ള ബന്ധങ്ങളെക്കാൾ വലിയൊരു ബന്ധമാണ് യേശുവായിട്ടുള്ള ബന്ധം. ഞങ്ങളോട് പലരും പരാതി പറയാറുണ്ട്, ഇവനിപ്പോ പാടാനും പ്രാർത്ഥിക്കാനും തന്നെ നടക്കുക, ഇവന് ഞങ്ങളെ വേണ്ട, മാതാപിതാക്കളെ വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇതാ വിഷയം. ഇന്നലെ വരെയുള്ള ബന്ധങ്ങളൊന്നും ഞങ്ങൾ മറക്കുന്നില്ല. മാതാപിതാക്കളോട് പിണക്കില്ല, സ്നേഹിതരോടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ യേശു ആരാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പനേക്കാൾ അമ്മയേക്കാൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞ യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി മണവാളനായി സ്വീകരിച്ചപ്പോൾ ഞാനും പ്രതിജ്ഞ ചെയ്തു, ഈ ലോകത്തിലുള്ള എല്ലാറ്റിലും അധികമായി ഞാൻ കർത്താവിനെ സ്നേഹിക്കും. ഈ ലോകത്തിലുള്ള എല്ലാവരെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ കർത്താവാണ്. അവന് വേണ്ടി മരിക്കേണ്ടി വന്നാലും സാരമില്ല, അവന് വേണ്ടി നഷ്ടം സഹിക്കേണ്ടി വന്നാലും സാരമില്ല. ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കർത്താവാണ് എന്ന ചിന്ത ഒരു വ്യക്തിയെ ഭരിക്കുമ്പോൾ അവൻ രാവിലെ കർത്താവിന്റെ അടുക്കൽ പോകും, അവൻ വചനം ധ്യാനിക്കും, അവൻ ആരാധനയ്ക്ക് പോകും, അവൻ കൂട്ടായ്മയ്ക്ക് പോകും. അവന്റെ ഹൃദയം മുഴുവൻ യേശുവാണ്. അങ്ങനെയുള്ളവരെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. ക്രിസ്തുവിന്റെ വിവാഹം എന്ന ഒരാശയം ബൈബിളിലുണ്ട്. അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആ വിവാഹം എന്ന ആശയം ഭൂമിയിൽ മനുഷ്യന്റെ വിവാഹം പോലെ ആ നിലയിലല്ല അതിന്റെ അർത്ഥം ഇവിടെ ബൈബിളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താം. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോ സഭ അല്ലെങ്കിൽ ഭൂമിയിൽ അവിടവിടങ്ങളിലായി യേശു കർത്താവുമായി ഒരു ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ, വൃദ്ധ ബാലഭേദമന്യേ, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സകല ക്രിസ്തു ശിഷ്യന്മാരെയും ദൈവമക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, നിങ്ങൾ നിർമ്മല കന്യകയാണ്, നിങ്ങളെ വിവാഹ നിശ്ചയമാണ് ചെയ്തിരിക്കുന്നത്. അതൊരു അലങ്കാര വാക്കാണ് എന്ന് വേണം നാം ഗ്രഹിക്കാൻ. അതായത് ഒരു സ്ത്രീ, ഏതെങ്കിലും ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയെ മറ്റൊരു നാട്ടിലെ യൗവനക്കാരനുമായി ഒരു മധ്യസ്ഥൻ മുഖേന വിവാഹം ആലോചിക്കുകയും രണ്ടു കൂട്ടർക്കും തൃപ്തിയായാൽ ആ ആലോചന ഉറപ്പിക്കുകയും വിവാഹം നടത്തുകയും ചെയ്യുന്നു. അതിനു മുമ്പുള്ള എല്ലാ ബന്ധങ്ങളെക്കാളും ഈ ബന്ധം ദൃഢമാകുന്നു, ശക്തമാകുന്നു.
ഊഷ്മളമാകുന്നു, ചൂടുള്ളതാകുന്നു. പിന്നീട് ഈ ബന്ധത്തിൽ വളരുന്നു, ഈ ബന്ധത്തിൽ ആനന്ദിക്കുന്നു, ഈ ബന്ധത്തിൽ ലഹരി പിടിക്കുന്നു, ഈ ബന്ധത്തിൽ മറ്റെല്ലാം മറക്കുന്നു. ഇത് സ്വാഭാവികമായി ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ബന്ധം പോലെയാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമെന്നാണ് ഇതിന്റെ ആശയം. മുൻ പരിചയങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ ബന്ധം അന്ന് വരെയുള്ള ബന്ധത്തെക്കാൾ ചെറുതല്ല. അപ്പനും അമ്മയുമായിട്ട് ബന്ധമുണ്ട്, ശരിയാണ്. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു? മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ ബൈബിളിലെ എഫേസ്യർ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ നിന്ന് ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചു കേൾപ്പിക്കാം. 5-ാം അധ്യായം 31-ാം വാക്യം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അതായത് 29 വയസ്സ് വരെ വളർത്തിയ അപ്പനെ അമ്മയെയും വിട്ടിട്ട് മാത്യു എന്ന പുരുഷൻ ലീല എന്ന സ്ത്രീയുമായി പറ്റിച്ചേരുന്നു, വിവാഹം കഴിയുന്നു. അവര് ഒരു ദേഹമായിരുന്നു, ഒരു മുറിയിൽ താമസിക്കുന്നു, ഒരേ ചിന്ത, ഒരേ സ്വപ്നങ്ങൾ. ഭയങ്കര വ്യത്യാസം. അപ്പനെ അമ്മയും ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ അപ്പനോടും അമ്മയോടും ഇല്ലാത്ത ഒരു അടുപ്പം, ഒരു അറ്റാച്ച്മെന്റ്, ഒരു ബന്ധം ഈ ലീലയുമായിട്ട് മാത്യുവിനുണ്ടാകുന്നു. ബൈബിൾ തുറന്നു പറയുന്നു, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുകയും ഇരുവരും ഒരു ദേഹമായി തീരുകയും ചെയ്യുന്നു. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നു. രക്തബന്ധമുള്ള അപ്പനോടും അമ്മയോടും ഇല്ലാത്തൊരു ബന്ധം രക്തബന്ധമില്ലാത്ത ഈ സ്ത്രീയുമായി ഇവൻ എങ്ങനെ ഉണ്ടായി? പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു രഹസ്യമാണ്. ഈ ബന്ധത്തിൽ നിന്നും വീണ്ടും അടുത്ത ബന്ധങ്ങൾ ആരംഭിക്കുന്നു. 1 1 2 എന്ന മാത്തമാറ്റിക്സ് ഇവിടെ വരുമ്പോൾ തെറ്റുന്നു. 1 + 1 = 1 എന്ന കണക്കാണ് കുടുംബത്തിൽ. വാസ്തവത്തിൽ 1 1 2 ഭൂമിയിലെ എല്ലാ വിഷയത്തിലും. പക്ഷെ കുടുംബജീവിതത്തിൽ 1 + 1 = 1. ഭാര്യ + ഭർത്താവ് = 2 ജീവിതമല്ല, ഒരു ജീവിതമാണ്. ഇതുപോലെ ക്രിസ്തുവുമായി പറ്റിച്ചേരുന്ന, മറ്റെല്ലാം വിട്ടിട്ട് കർത്താവിനോട് ഒന്നായി തീരുന്ന ഒരനുഭവത്തിൽ കുറഞ്ഞതൊന്നും ക്രിസ്തീയ ജീവിതമല്ല. ഏത് സമുദായമായി, ഏത് സഭയായി, ഏത് സംഘടന, ഈ വക കാര്യങ്ങളൊന്നുമല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുന്നവരാരാണെന്നായി പറയുന്നത്. അത് ഈ വിധത്തിലുള്ള ഒരു ബന്ധമുള്ളവർ മാത്രമായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നാം വചനത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എല്ലാ സന്ദേശവും അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത്. ക്രിസ്തു ബന്ധമാണ് എല്ലാറ്റിൻ്റെയും കാതൽ. നിങ്ങൾക്ക് കർത്താവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നുകൂടെ പരിശോധിക്കുവാൻ ഞാൻ ഈ സന്ദേശത്തിലൂടെ വീണ്ടും ബുദ്ധി പറയുന്നു. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം ഏതാണ്? മനുഷ്യജീവി ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. ഭൂമിയിലുള്ള ഒരു മൃഗത്തിനും അപ്പനേതാ അമ്മേതാന്നറിയില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മക്കളേതാന്ന് അറിയില്ല. ഒരു മിനിമം മാസങ്ങൾ മാത്രമേ അമ്മയ്ക്ക് മകനെ അറിയുള്ളൂ, മകനെ അപ്പനെ അറിയുള്ളൂ, അമ്മയെ അറിയുള്ളൂ. മൃഗങ്ങളിലൊക്കെ അതിൽ കൂടി ബന്ധങ്ങളില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അപ്പനേതാ അമ്മേതാന്ന് ഒരു മൃഗങ്ങൾക്കും അറിയില്ല.
പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. അപ്പനെ അറിയാം, അപ്പന്റെ അപ്പനെ അറിയാം, അമ്മയുടെ അമ്മയെ അറിയാം. ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. മാത്രമല്ല, ബന്ധങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കുന്ന ജീവിയാണ് മനുഷ്യൻ. ബന്ധങ്ങളെ വിട്ടിട്ട് അവന് ചിന്തിക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും ശരിയെന്ന് തോന്നുന്നതുമായ ചില കാര്യങ്ങൾ പോലും ബന്ധങ്ങൾക്ക് വേണ്ടി നാം മിണ്ടാതിരിക്കുകയോ ഒതുക്കി വെക്കുകയോ ചെയ്യുന്നവരാണ്. അതെ, നാം ബന്ധങ്ങളെ വളരെ വലുതായിട്ട് കാണുന്നു. ബന്ധങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, എനിക്ക് എന്നോടുള്ള ബന്ധം. രണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തോടുള്ള ബന്ധം. മൂന്ന്, സമൂഹത്തോടുള്ള ബന്ധം. ഈ മൂന്ന് ബന്ധങ്ങളെ അതിനകത്ത് പല പല കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പഠിക്കാൻ പറ്റും. എന്നാൽ ഈ മൂന്ന് ബന്ധങ്ങളെക്കാൾ വലിയൊരു ബന്ധമാണ് ക്രിസ്തു ബന്ധം. ക്രിസ്തുവുമായുള്ള ഈ ബന്ധം ഒരു പ്രത്യേക അവസരത്തിലായിരിക്കും തുടങ്ങുന്നത്. ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ള എൻ്റെ വിശ്വാസത്താൽ രക്തം തന്ന് എന്നെ സ്നേഹിച്ച കർത്താവായ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നൊരു മനുഷ്യൻ തീരുമാനമെടുക്കുമ്പോൾ ഈ മേൽപ്പറയപ്പെട്ട ബന്ധങ്ങളെക്കാൾ വലുതായിട്ട് ഈ ബന്ധം വരുന്നു. അപ്പോൾ മിശിഹാ തമ്പുരാൻ പറഞ്ഞ ഒരു വചനം നമുക്കിപ്പോൾ ഓർക്കാം. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ ഭാര്യ, മക്കൾ, സ്വത്ത് ഇതിനെ സ്നേഹിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പൊ ബന്ധങ്ങൾ ഉടയ്ക്കുകയല്ല യേശു, ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ ഉള്ള ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധം യേശുവുമായിട്ട് ഉണ്ടായി എന്നേ ഉള്ളൂ. ഭൂമിയിലുള്ള ഒരു ബന്ധവും ഉപേക്ഷിക്കാൻ യേശു പറയുന്നില്ല. പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ബന്ധം ഇവന് കർത്താവിനോട് ഉണ്ടാകും. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക. അതുകൊണ്ടാണ് ചില വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളൊക്കെ ഈ വിഷയത്തിൽ വരുന്നത്. കർത്താവായ യേശുവുമായുള്ള വ്യക്തിബന്ധം ഒരു വ്യക്തിയുടെ ഉള്ളിൽ അങ്ങ് വർദ്ധിച്ചു വരുമ്പോൾ അവൻ പറയും, എനിക്ക് വലുത് ഇതാണ്, ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ മറ്റൊന്നിനും വരികയില്ല എന്നൊരു വ്യക്തി തീർത്തു പറയുമ്പോൾ ചിലരുമായിട്ട് പിണങ്ങേണ്ടി വരുന്നു, ചിലരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാതെ വരുന്നു. അതെ, അത് ഈ വിഷയത്തിൽ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ചിന്തിച്ചു വരുന്നത് ഇതുപോലെ ഒരു ബന്ധമാണ് വിവാഹത്തിലും സംഭവിക്കുന്നത്. അപ്പനും അമ്മയുമായിട്ട് ബന്ധമുണ്ട്, അനിയനും ചേട്ടനുമായിട്ട് ബന്ധമുണ്ട്, പെങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അമ്മാച്ചനുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ ബന്ധങ്ങളുടെ ഇടയിലാണ് ഇവൻ വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഞാനും നിങ്ങളും ഒരുപോലെ അംഗീകരിക്കുകയാണ്, വിവാഹം കഴിച്ചാൽ പിന്നെ ഇതുവരെയുള്ള ബന്ധങ്ങളെക്കാൾ ആ ബന്ധമാണ് വലുത്. അത് നമ്മളങ്ങ് കണ്ണടച്ചു വിടുന്നു. ഇതുപോലെ തന്നെ ഒരു ബന്ധമാണ് ക്രിസ്തുവുമായിട്ട് ഇവനുണ്ടാകുന്ന ബന്ധം. ഒരു വിവാഹ ബന്ധത്തോട് അതിനെ ഉപമിച്ചതിന്റെ കാര്യം അതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ ബൈബിൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമുക്കതിൽ തന്നെ ചില കാര്യങ്ങളും കൂടെ ഗ്രഹിക്കാനുണ്ട്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പക്ഷെ വിവാഹം നടന്നിട്ടില്ല. വിവാഹം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒന്നായിത്തീരുന്നതാണ്. അവരൊരു സ്ഥലത്ത് ഒരു റൂമിൽ ആകുന്നതാണല്ലോ. അതിനു മുമ്പ് വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ചിലർ 1 കൊല്ലം 2 കൊല്ലമൊക്കെ മുമ്പ് വിവാഹം വാക്ക് പറഞ്ഞിടും. അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് കൂടാനായിട്ടൊരു അവസരം വയ്ക്കും. അന്ന് കല്യാണം നടക്കും, ഒരുമിച്ച് കൂടും. പരിചയക്കാരെയും സുഹൃത്തുക്കളെയും വിളിച്ചൊരു ഭക്ഷണം കൊടുക്കും. ഓക്കെ, അതൊന്നും അല്ല ഇവിടുത്തെ പ്രധാന ഘടകം. ഇവർ ഒരുമിച്ച് താമസിക്കുന്നതാണ് പ്രധാന ഘടകം. ഇതുപോലെ യേശു കർത്താവുമായി ഈ ബന്ധം ഇപ്പോൾ വാക്കിലാണ് നിൽക്കുന്നത്. വചനത്തിലൂടെ വിശ്വാസത്താൽ സ്ഥാപിക്കപ്പെടുന്ന ഈ ബന്ധം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലാണ് വിവാഹം നടക്കുന്നത്, അഥവാ ഒന്നായിത്തീരുന്നത്. കർത്താവിന്റെ സഭയും കർത്താവും ഒരുമിച്ച് ആകുന്ന ആ നല്ല ദിനത്തെയാണ് കുഞ്ഞാടിന്റെ കല്യാണം എന്ന് ബൈബിൾ വിളിക്കുന്നത്. ഇത്രയും കാര്യം നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വായിക്കുന്നു 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. ഇവിടെ ഒരു പ്രശ്നം, പിശാച് ഇതിനിടയിൽ വരുന്നു. ഇതിന് പഴയ നിയമത്തിലെ സംഭവം എടുക്കുന്നു, ഒന്നാമത്തെ മനുഷ്യന്റെ സംഭവം എടുക്കുന്നു. അതായത് സർപ്പം എന്ന് വിളിക്കുന്നത് പിശാചിനെയാണ്. പിശാച് ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. അങ്ങനെ ചതിച്ചിട്ട് ഈ സ്ത്രീയെ ദൈവകൽപ്പന ലംഘിച്ചു. ഇവിടെ എന്താണ് ഹവ്വയ്ക്ക് സംഭവിച്ചത്? അവളുടെ മനസ്സ് മാറ്റിക്കളഞ്ഞു. അവളുടെ മനസ്സ് പിശാച് മാറ്റിക്കളഞ്ഞു. ഇന്നും പിശാച് അതാണ് ചെയ്യുന്നത്. മനസ്സിനകത്താണ് പോരാട്ടം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്തയുടെ അടുത്ത ഭാഗം ഇതാണ്: നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിടരുത്. അപ്പൊ നമ്മുടെ വിഷയം എന്താണ്? കർത്താവിന്റെ മടങ്ങിവരവ് അത് നമുക്കെങ്ങനെ ബാധിക്കും? നമുക്കതിന്റെ പ്രയോജനം എങ്ങനെ കിട്ടും? ആർക്ക് ഗുണം കിട്ടും? ആർക്ക് വേണ്ടി അവൻ വരുന്നു? ഇതൊക്കെ നമ്മളിപ്പോൾ പല പ്രാവശ്യം ചിന്തിച്ച കാര്യമാണെങ്കിലും അതിനെ ബൈബിളിന്റെ മറ്റൊരു ഭാഷയിൽ പറയുകയാണ്: ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ കല്യാണത്തിൽ പങ്കെടുക്കാനാവൂ. അപ്പൊ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിയുടെ മനസ്സിലെ സ്വപ്നങ്ങൾ പോലെയാണ് ഏകാഗ്രത. വിവാഹ നിശ്ചയം ചെയ്ത ഒരു പെൺകുട്ടിക്ക് എന്തോ ഒരു സ്വപ്നങ്ങളാ മനസ്സിന്. അവൾക്ക് പിന്നെ വേറൊന്നും ഹൃദയത്തിലില്ല. അപ്പോൾ ഭാവി വരൻ, ഭാവി ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തകളാൽ അവളുടെ മനസ്സ് രാപകൽ നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ഏകാഗ്രത എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. നിർമ്മലത എന്ന് ഉദ്ദേശിക്കുന്നത് അതിനു മുൻപ് അഥവാ ആരെക്കുറിച്ചെങ്കിലും സങ്കല്പമോ വിവാഹ ആലോചനയോ അടുപ്പമോ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഇനിയും തിരിച്ചു മനസ്സിലേക്ക് വരാതിരിക്കുന്ന അവസ്ഥയാണ് നിർമ്മലത. മനുഷ്യനല്ലേ, വിവാഹത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. 4 or 5 പുരുഷനുമായി വിവാഹാലോചന പറഞ്ഞു കാണും. അതിൽ ചിലരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ വാക്കു പറഞ്ഞാൽ പിന്നെ നിർമ്മലത സൂക്ഷിക്കണം. ബാക്കിയുള്ളവരെ എല്ലാം ഹൃദയത്തിൽ താലോലിക്കുകയും ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്താൽ ആ സ്ത്രീയെ നമ്മൾ മോശം സ്ത്രീ എന്നാണ് പറയുന്നത്, അല്ലേ? സ്ത്രീക്കുള്ള ആ പരിഭാവനത, സ്ത്രീയെ ലോകം ബഹുമാനിക്കുന്നത് അവളുടെ പരിഭാവനതയിലാണ്. അല്ലാതെ അലങ്കാരമോ ഡെക്കറേഷൻ, സ്റ്റൈല്, സൗന്ദര്യം, ആഭരണം അതെല്ലാം ഉണ്ടെങ്കിലും അതിലാണോ സ്ത്രീത്വത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത്? വിവാഹം നിശ്ചയിച്ച പുരുഷനോടുള്ള അല്പം പോലും ഗ്യാപ്പില്ലാത്ത വിശ്വസ്തത, സ്നേഹം, ആത്മാർത്ഥത, അതാണ് വാസ്തവത്തിൽ സ്ത്രീയുടെ സൗന്ദര്യം. വാസ്തവത്തിൽ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകാഗ്രത, നിർമ്മലത. ഏകാഗ്രത, നിർമ്മലത. ഏകാഗ്രത എന്ന് പറയുന്നത് ഈ ഭാവി വരന് വേണ്ടിയുള്ള മനസ്സിന്റെ ഒരുക്കം. നിർമ്മലത എന്ന് പറഞ്ഞത് മറ്റ് യാതൊരു മാലിന്യങ്ങളെക്കുറിച്ചുമുള്ള ചിന്തയോ സ്വപ്നങ്ങളോ മനസ്സിൽ താലോലിക്കാതിരിക്കുക. ഇങ്ങനെ എല്ലാം കൊണ്ടും എല്ലാറ്റിലും ക്രിസ്തുവിനെ തന്നെ ചിന്തിച്ചും ക്രിസ്തുവിനെ തന്നെ ധ്യാനിച്ചും ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ഭക്തൻ, ഒരു ദൈവ പൈതലിന് വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഇവിടെ ഒരു ഭയത്തിന്റെ സാധ്യതയുണ്ട്. കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്നവരാണ്. അവിടെ നിന്നാണ് അവർ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞത്. യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ ഭയങ്കര ആവേശവും സന്തോഷവും ഉണ്ടായിരുന്നു ആദ്യം.
അവർക്ക് ചില രോഗശാന്തി ഉണ്ടായി, അവർക്ക് ചില വിഷയങ്ങളിൽ വിടുതലുണ്ടായി, സന്തോഷമുണ്ടായി, സമാധാനമുണ്ടായി. ഇതിലൂടെ അവരുടെ ഹൃദയം കർത്താവിനോട് അടുത്തു. പക്ഷെ പൗലോസ് എന്ന ദൈവദാസൻ രണ്ടാമത് കത്തെഴുതുമ്പോൾ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഭയങ്കര സന്തോഷവും സൗഖ്യവും, യേശുക്രിസ്തു രോഗസൗഖ്യം തന്നു, ഓക്കെ, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നു. എന്നാൽ എൻ്റെ ഒരു ഭയം, നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രത ക്രിസ്തുവിനെ വിട്ടിട്ട് ആ പഴയതിലേക്ക്, ആ മാലിന്യങ്ങളിലേക്ക്, ആ വഷളത്വത്തിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് വീണ്ടും പോകുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം പിശാച് ഹവ്വായെ അവളുടെ ഏകാഗ്രതയിൽ നിന്ന് തെറ്റിച്ചതുപോലെ നിങ്ങളെയും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. സഹോദരി സഹോദരന്മാരെ, നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വിശദീകരിക്കാം. യേശു കർത്താവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, നിങ്ങൾ അവന്റെ വചനം അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ, നിങ്ങൾ അവനെ ആരാധിക്കാൻ തീരുമാനിച്ചപ്പോൾ, നിങ്ങൾ അവന്റെ പരിശുദ്ധ വചനത്തിന്റെ പിൻപറ്റാനും അവനെ അനുസരിക്കാനും അനുഗമിക്കാനും തീരുമാനിച്ചപ്പോൾ അതൊരു വലിയ സന്തോഷകരമായ തീരുമാനമായിരുന്നു. അതിന് മുന്നോടിയായിട്ട് കർത്താവ് നിങ്ങൾക്കൊരു രോഗശാന്തിയോ ഒരു മാനസിക സൗഖ്യമോ സന്തോഷമോ തന്നിട്ടുണ്ടാകാം. ഇതെല്ലാം വളരെ കറക്റ്റാണ്. അങ്ങനെയെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രത വിട്ടുപോകുന്നില്ലേ? അത് പിശാചിന്റെ ഒരു പണിയാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പിശാചിന് നിങ്ങളുടെ സ്വർണമോ പണമോ അല്ല വേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് വേണ്ടത്. കർത്താവിന് വേണ്ടതും നിങ്ങളുടെ പണമോ കാണിക്കയോ നിങ്ങളുടെ സ്തോത്രകാഴ്ചയോ മെഴുകുതിരിയോ അല്ല യേശു കർത്താവിന് വേണ്ടത്. അവന് വേണ്ടതും നിങ്ങളുടെ ഹൃദയമാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത. അതെ, ഞാൻ ഈ സന്ദേശത്തിൽ ഈ ഒരു വചനത്തിന്റെ രണ്ടാമത്തെ സന്ദേശമല്ലേ നാം ചിന്തിക്കുന്നത്. എന്താണ് ഇതിനകത്ത് പ്രധാന വിഷയം? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. ഇതിനേക്കാൾ വലുതൊന്നുമില്ല. യേശുക്രിസ്തുവിന്റെ വരവിൽ ഞാൻ കൈവിടപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം പാസ്റ്ററെ? അങ്ങനെ നിങ്ങൾക്ക് കഷായത്തിന് മരുന്ന് കുറിക്കുന്നത് പോലെ ഇന്നിന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്ന് പറയാനല്ല ഞാൻ വരുന്നത്. എല്ലാം കൂടെ ഒറ്റ മരുന്നേൽ ഒതുക്കാം. ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയാണ് നിങ്ങളെ കർത്താവിൻ്റെ രാജ്യത്തിലെത്തിക്കുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഹൃദയം ആ പുരുഷന് വേണ്ടി എന്തുമാത്രം ഒരുങ്ങി പ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്നുവോ അതുപോലെയോ അതിലുപരിയായിട്ടോ കർത്താവായ യേശുവിനോടുള്ള ഹൃദയത്തിൻ്റെ ഏകാഗ്രത അങ്ങേയറ്റം മനോഹരമായി സൂക്ഷിച്ച് അതിൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ലോകത്തിൽ പലതും വേണ്ടെന്ന് വെക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ലോകത്തിലെ ചിലതിനോടെല്ലാം നാം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഒരു മനുഷ്യനെ ഒരു പാർട്ടിക്ക് വിളിച്ചു. പാർട്ടിക്ക് അതൊരു കള്ളുകുടി കമ്പനിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിരിയാൻ മേലാത്ത ഒരു സൊസൈറ്റിയാണത്. നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ കൂടെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ അവര് പറഞ്ഞു, ഒന്നോ രണ്ടോ സുഹൃത്ത് പോകുന്നോട്ടോ, കുഴപ്പമില്ല. അപ്പൊ അവര് ചോദിച്ചോ, സുഹൃത്തിന്റെ പേരെന്താ, ആരാത്? അദ്ദേഹം പറഞ്ഞു, ആ സുഹൃത്തോ, അത് ജീസസ്, യേശുവാണ്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെ കൊണ്ടുവരണ്ട. അതായത് യേശുവിനെ കൂടാതെ പോകുന്ന ഒരു പരിപാടിക്ക് ഞാൻ പോരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് പലതിൽ നിന്നും ഞങ്ങൾ ഒഴിവാകണമെന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചില ബിസിനസ്സുകൾ നാം വേണ്ടെന്ന് വെക്കുന്നത്, ചില ലാഭങ്ങൾ നാം വേണ്ടെന്ന് വെക്കുന്നത്, ചില കേസുകളിൽ നാം ഒഴിഞ്ഞു മാറുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത സൂക്ഷിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സന്ദേശത്തിന്റെ ഒടുവിലേക്ക് നാം വരുന്നു. നിങ്ങളുടെ മനസ്സ്, അതാണ് പ്രധാനം. നിങ്ങളുടെ മനസ്സാണ് പ്രധാനം. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ മനസ്സ് പലതിനാൽ വലഞ്ഞു പോകരുത്. ബൈബിളിൽ മറ്റൊരു വാക്യം ഇങ്ങനെയുണ്ട്, നിങ്ങളുടെ ഹൃദയം, അതായത് നിങ്ങളുടെ മനസ്സ് അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തയാലും വലഞ്ഞിട്ട്
കർത്താവിൻ്റെ വരവ് നിങ്ങൾക്ക് നഷ്ടമാകരുതെന്നും